ഗുജറാത്തിലേക്ക് 10 ഭീകരരെത്തിയെന്ന പാക് രഹസ്യാന്വേഷണ റിപ്പോർട്ടിന്റെയും കൊൽക്കത്ത വിമാനത്താവളം 24 മണിക്കൂറിനുള്ളിൽ ബോംബ് വെച്ച് തകർക്കുമെന്ന ഇമെയിലിന്റെയും പശ്ചാത്തലത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം. പാകിസ്ഥാൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് നസീർ ഖാൻ ജഞ്ജുവയാണ് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന് രഹസ്യാന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചത്. വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, വിവരങ്ങൾ. പ്രജീഷ്, ഇന്നലെ രാത്രിയോടുകൂടിയാണ് പാകിസ്ഥാൻ രഹസ്യാന്വേഷണ റിപ്പോർട്ട് പാകിസ്ഥാന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് നസീർ ഖാൻ ജഞ്ജുവ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന് കൈമാറിയത്. പാകിസ്ഥാനിൽ നിന്ന് 10 ഭീകരർ, ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ-ഇ തൊയ്ബ ഭീകര സംഘടനകളിലെ അംഗങ്ങളായ 10 പേർ ഗുജറാത്തിൽ എത്തിയിട്ടുണ്ടെന്നാണ് വിവരം കൈമാറിയിരിക്കുന്നത്. ഇതിനോടൊപ്പം കൂട്ടി വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി ഗുജറാത്ത് തീരത്ത് 3 പാകിസ്ഥാൻ ബോട്ടുകൾ കോസ്റ്റ് ഗാർഡ് കണ്ടെത്തിയിരുന്നു. ഇതിൽ ഒരു ബോട്ട് കണ്ടെത്തിയത് വെള്ളിയാഴ്ച രാത്രിയാണ്. ഈ ബോട്ടിലാണ് ഭീകർ എത്തിയതെന്നാണ് ഇന്ത്യയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ കരുതുന്നത്. നാളെ ശിവരാത്രിയാണ്. രാജ്യമെങ്ങും ആഘോഷങ്ങളിലായിരിക്കുമ്പോൾ രാജ്യത്ത് പലയിടങ്ങളായി ആക്രമണം പദ്ധതിയിട്ടാണ് ഭീകരർ എത്തിയതെന്നാണ് ഇന്ത്യയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നത്. ഗുജറാത്ത് സെക്രട്ടേറിയറ്റിൽ രാവിലെ ചേർന്ന അടിയന്തര യോഗത്തിലെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ദില്ലിയിൽ നിന്ന് ദേശീയ സുരക്ഷാ ഗാർഡുകൾ ഗുജറാത്തിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഇവർ ഉച്ച കഴിയുന്നതോടുകൂടി ഗുജറാത്തിൽ എത്തും. അതിനിടെയാണ് ഇന്ന് രാവിലെ കൊൽക്കത്ത നേതാജി സുഭാഷ് ചന്ദ്രബോസ് രാജ്യാന്തര വിമാനത്താവളം ആക്രമിക്കുമെന്നും 24 മണിക്കൂറിൽ ബോംബ് വെച്ച് തകർക്കുമെന്ന് ഒരു രഹസ്യ സന്ദേശം എയർപോർട്ട് മാനേജർക്ക് ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൊൽക്കത്തയിലും സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. രാജ്യമെങ്ങും അതീവ ജാഗ്രത പുറപ്പെടുവിച്ചിട്ടുണ്ട്. പ്രജീഷ്, ഉണ്ണി, ഒരുപക്ഷെ അറിയാമല്ലോ, പഠാൻകോട്ട് ഭീകരാക്രമണം നടന്നതിന് ശേഷം ഇപ്പോൾ മാസങ്ങൾ പിന്നീട് കഴിയുന്നതേ ഉള്ളൂ. അതിൻ്റെ ഒരു വലിയ ഒരു ആഘാതത്തിൽ നിന്നും ഒരുപക്ഷെ പൂർണ്ണമായും തന്നെ മുക്തി നേടാത്ത ഒരു സാഹചര്യത്തിൽ ഇത്തരം വാർത്തകൾ കൂടി വരുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ രീതിയിൽ വിവിധ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ, സേനാ വിഭാഗങ്ങൾക്കൊക്കെ തന്നെ ഏത് രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശം, ഗുജറാത്തിൽ മാത്രമാണോ ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നതോ തന്ത്രപ്രധാന നഗരങ്ങൾ, രാജ്യത്തിൻ്റെ എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ച് സൂചിപ്പിച്ചതുപോലെ ശിവരാത്രി പോലെയുള്ള ഉത്സവങ്ങൾ, ആളുകൾ കേന്ദ്രീകരിക്കപ്പെടാൻ സാധ്യതയുള്ള ഉത്സവങ്ങൾ, ഇതൊക്കെ കണക്കിലെടുത്ത് ഏത് രീതിയിലുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്? തീർച്ചയായും പ്രജീഷ്, കഴിഞ്ഞ കുറച്ച് നാളുകളായി രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇത്തരത്തിൽ ജാഗ്രത നൽകുന്നുണ്ട്. ഭീകരാക്രമണം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ലഭിച്ചിരുന്നു. ജനക്കൂട്ടം ഉണ്ടാകുന്ന പ്രദേശങ്ങൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, ഹോട്ടലുകൾ, ദേശീയപാതകൾ എന്നിവിടങ്ങളിൽ ആക്രമണം ഉണ്ടാകുമെന്നായിരുന്നു ഇന്ത്യയുടെ ദേശീയ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ മുന്നറിയിപ്പ് നൽകിയിരുന്നത്. അതിനിടെയാണ് ശിവരാത്രി വന്നിരിക്കുന്നത്. ശിവരാത്രിയുടെ ഭാഗമായി ശിവരാത്രിയുടെ ആഘോഷങ്ങൾ അലങ്കോലപ്പെടുത്താൻ 10 ഭീകർ എത്തിയിട്ടുണ്ട് എന്ന മുന്നറിയിപ്പ് കൂടി എത്തിയുടെ രാജ്യം കനത്ത ജാഗ്രതയിലാണ്. രാജ്യത്തിൻ്റെ വിവിധ നഗരങ്ങളിൽ ജാഗ്രതാ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇതിനോടൊപ്പം കൂട്ടി വായിക്കേണ്ട മറ്റൊരു കാര്യമുള്ളത്, കഴിഞ്ഞ ദിവസം കശ്മീരിലെ ആർഎസ്പുര സെക്ടറിൽ പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്ന് ഇന്ത്യൻ അതിർത്തി കടന്ന് ഇന്ത്യയുടെ സുരക്ഷാ വേലിക്ക് ഭൂഗർഭമായി 30 മീറ്റർ ദൈർഘ്യമുള്ള ഒരു തുരങ്കം കണ്ടെത്തിയിരുന്നു. ഇത് പാകിസ്ഥാനിൽ നുഴഞ്ഞുകയറ്റത്തിന് സഹായിക്കാനായി നിർമ്മിച്ചതാണെന്നാണ് ഇന്ത്യൻ സൈന്യത്തിൻ്റെ വിലയിരുത്തൽ. ഇതിൻ്റെ ഭാഗമായി ഫ്ലാഗ് മീറ്റിംഗ് ചേർന്നിരുന്നു. അതേസമയം ഇത് ആരോപണം പാകിസ്ഥാൻ നിഷേധിച്ചിട്ടുണ്ട്. എങ്കിലും കശ്മീരിലും കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് ഇപ്പോൾ നിലവിലുള്ളത്. പ്രജീഷ്, ഉണ്ണികൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്. 10 ഭീകരർ ഗുജറാത്ത് തീരത്തൂടെ ഇന്ത്യയിലേക്ക് കടന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. വിവരത്തിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയുടെ വിശദാംശങ്ങളുടെ അടിസ്ഥാനത്തിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്.